നമസ്കാരം. നാം പലപ്പോഴും രോഗങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് സംസാരിക്കാറ്. എന്നാൽ ഈ രോഗങ്ങൾ മരുന്നുകൊണ്ട് മാറ്റാൻ കഴിയാതെ വരുമ്പോൾ സർജറിയിലൂടെ പരിഹാരമുണ്ട്. സർജറിക്ക് തയ്യാറെടുക്കുന്ന ഒരു രോഗിയും അവരുടെ ബന്ധുക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഇന്നത്തെ സാമൂഹ്യ പാഠത്തിലൂടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഇതിനെക്കുറിച്ച് ആധികാരികമായി നമുക്ക് പറഞ്ഞുതരാൻ ഇന്ന് സാമൂഹ്യ പാഠത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് വർക്കല താലൂക്ക് ഹോസ്പിറ്റലിലെ ജൂനിയർ കൺസൾട്ടന്റ് അനസ്തേഷ്യ ഡോക്ടർ വിനോദ് ചെറിയാനാണ്. ഡോക്ടറെ സ്നേഹപൂർവ്വം സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, ഒരു മയക്കി കിടത്തുന്ന എന്തോ ഒരു കാര്യം എന്നതിനപ്പുറം എന്താണ് അനസ്തേഷ്യ? പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് ഒരു ധാരണയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുമ്പായിട്ട് മയക്കം കൊടുക്കുക, അല്ലെങ്കിൽ മയക്കം കൊടുത്ത് സർജറി ചെയ്യുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ തയ്യാറാക്കുന്ന ഒന്നായിട്ടാണ് അനസ്തേഷ്യ എന്ന് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സാധാരണ നമുക്ക് അനസ്തേഷ്യ ഒറ്റ വാക്കിൽ നമുക്ക് നിർവചിക്കാനാവില്ല. എന്നാൽ പോലും അനസ്തോസ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതായത് നോ സെൻസ്, നമുക്കൊന്നും അറിയാതിരിക്കുക എന്നുള്ള ആ ഒരു വാക്കിൽ നിന്നാണ് അനസ്തേഷ്യ കോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് സർജറി ഏത് ഭാഗത്തോടെ നടത്തേണ്ടത്, ആ ഭാഗം പൂർണ്ണമായോ ഭാഗികമായോ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ രോഗിയെ പൂർണ്ണമായി തന്നെ ബോധരഹിതനാക്കുകയോ ചെയ്തുകൊണ്ട് രോഗിയുടെ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് ശാരീരികമായ എല്ലാ പ്രവർത്തനങ്ങളും സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഹൃദയസ്പന്ദനം, ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, അതുപോലെ രക്തചംക്രമണം, ഇവയെല്ലാം ക്രമത്തിലാക്കിക്കൊണ്ട് രോഗിയെ ശസ്ത്രക്രിയയിലൂടെ കടത്തിവിടുന്നതായ ആ ഒരു പ്രക്രിയയ്ക്കാണ്, ആ ഒരു ചികിത്സാ രീതിക്കാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. പക്ഷേ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ അത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അനസ്തേഷ്യയ്ക്ക് മുമ്പും അതിന് ശസ്ത്രക്രിയയോട് കൂടെയും അതിന് ശേഷവുമുള്ള ആ ചികിത്സാ രീതികളും അനസ്തേഷ്യയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അപ്പം ശസ്ത്രക്രിയയുടെ പ്രത്യേകത അനുസരിച്ച് വിവിധ തരം അനസ്തേഷ്യ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഡോക്ടർ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? നമ്മൾ സാധാരണയായി പറയുമ്പോൾ മയക്കം എന്ന ഒരു പൊതുവെ ജനം പറയുന്ന ഒരു കാര്യം, അത് ജനറൽ അനസ്തേഷ്യയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമയക്കം, അതായത് പൂർണ്ണമായും മയക്കി സംവേദനശേഷി പൂർണ്ണമായും താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ട് ശസ്ത്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്കാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അത് സാധാരണയായി വളരെ മേജറായിട്ടുള്ള സർജറികൾക്ക്, പ്രത്യേകിച്ച് കാർഡിയക് സർജറി, ലങ് സർജറി, അതുപോലെ നമ്മുടെ നെഞ്ചിന് മുകളിലേക്കുള്ള ഭാഗത്തേക്കുള്ള സർജറികൾ, തൈറോയ്ഡ് ഉൾപ്പെടെയുള്ള സർജറികൾക്ക്, അതുപോലെ നെക്ക് സർജറി, കഴുത്തിൻ്റെ ഭാഗത്ത്, അതുപോലെ തലയിലുള്ള ന്യൂറോ സർജറി, ഇതിനൊക്കെയാണ് സാധാരണ ജനറൽ അനസ്തേഷ്യ കൂടുതലായും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ജനറൽ അനസ്തേഷ്യ 3 ഭാഗങ്ങളായിട്ടുണ്ട്. ഒന്ന് അനസ്തേഷ്യ, അനാൾജസിയ, ദെൻ പരാലിസിസ്, അതായത് രോഗിയെ പൂർണ്ണമായി നമ്മൾ അനസ്തേഷ്യ, അതായത് മയക്കത്തിൽ തന്നെ കൊടുത്തിരുന്നു. 2 അനാൾജസിയ, വേദനരഹിതമായ ആ ഒരു സമയം. അതുപോലെ തന്നെ പരാലിസിസ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് രോഗിയെ അടങ്ങിക്കിടക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ടേബിളിൽ ശാന്തമായ രോഗി കിടന്നാൽ തന്നെ സർജറിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മുടെ ശരീരത്തിലെ പേശികളെ തളർത്തുന്ന ചില മരുന്നുകൾ കൂടെ ഈ സമയത്ത് രോഗിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ, ഒരു സംയോജിതമായ മരുന്നുകളുടെയും ഓക്സിജൻ ഉൾപ്പെടെയുള്ള വാതകങ്ങളുടെ ഒരു സംയോജിതമായ പ്രവർത്തനമാണ് ജനറൽ അനസ്തേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ. പിന്നീട് പറയുകയാണെങ്കിൽ റീജിയണൽ അനസ്തേഷ്യ, അതായത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് നമുക്ക് സർജറിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കാലിൻ്റെ ഒരു ഭാഗം സർജറിക്ക് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ കൈയുടെ ചില ഭാഗങ്ങൾ, അല്ലെങ്കിൽ അപകടങ്ങൾ വരുമ്പോൾ മുറിവുകൾ വരുമ്പോൾ, അതുപോലെ കാലിലൊരു മുഴയുണ്ട്, അല്ലെങ്കിൽ കയ്യിലൊരു സ്വെല്ലിംഗ് ഉണ്ട്, അത് നമുക്ക് എടുക്കണം. അങ്ങനെയുള്ള വരുമ്പോൾ നമുക്ക് ആ ഭാഗം മാത്രം മരവിപ്പിച്ചിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. സാധാരണ മുറിവുകളൊക്കെ സംഭവിക്കുമ്പോഴും ചെറിയ ചെറിയ മുഴകളൊക്കെ ആ ഭാഗത്ത് മാത്രമുള്ള ത്വക്ക് മരവിപ്പിച്ചിട്ട് സംവേദനശേഷി ഭാഗികമായിട്ട് നഷ്ടപ്പെടുത്തിയതിന് ശേഷം എടുക്കുന്ന സർജറി തുടരാമെന്നാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ റീജിയണൽ അനസ്തേഷ്യയ്ക്ക് മറ്റൊരു ബ്ലോക്കുകൾ എന്ന് പറയും. അതായത് നമുക്കൊരു കൈയുടെ മൊത്തമായിട്ട് ഒരു ഫ്രാക്ചർ ഉണ്ട്, ഒരു പൊട്ടൽ സംഭവിച്ചു. അപ്പോൾ എല്ലുകൾ യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇത് പോകുന്ന വഴി ഞരമ്പുകൾ സംയോജിക്കുന്ന ഏരിയയാണ്. ഉദാഹരണത്തിന് കഴുത്തിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മരുന്നുകൾ ലോക്കൽ അനസ്തറ്റിക്സ് കുത്തിവെച്ചിട്ട് അവിടെ മരവിപ്പിക്കും. ആ മരവിപ്പിക്കുമ്പോൾ വളരെ രോഗിക്ക് അബോധാവസ്ഥയിലല്ലാതെ തന്നെ സർജറി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് ഈ മയക്കത്തിൻ്റെതായ കോൺസിക്വൻസ്, അത് കഴിഞ്ഞുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ രോഗിക്ക് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പുറത്തു വരാനും സാധിക്കും. അതാണ് റീജിയണൽ അനസ്തേഷ്യ എന്നത്. അത് പലതരത്തിലുള്ള ബ്ലോക്കുകളുണ്ട്. ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇവിടെ വെച്ച് സംവേദനശേഷിയുള്ള സംവേദന തന്തുക്കൾ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അപ്പോൾ അവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ നാഡീഞരമ്പ് വഴി പ്രത്യേകിച്ച് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് പോകും. സ്പൈനൽ കോഡിൽ നിന്ന് പിന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ആ സംവേദന തന്തുക്കളെ നമ്മൾ മരവിപ്പിക്കുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ. അത് സംയോജിച്ച മുകളിലേക്ക് ചെന്ന ആ ഭാഗങ്ങൾ നാഡീവ്യൂഹങ്ങളെ ഒന്നിച്ച് തന്നെ മരവിപ്പിക്കുന്നതാണ് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അത് മുകളിലേക്ക് ചെന്ന് മസ്തിഷ്കത്തിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അതിനു മുമ്പുള്ള സുഷുമ്നാഡി വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഭാഗം നിരയിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചെയ്യുന്നത് ഈ ലോക്കൽ അനസ്തേഷ്യ കുത്തിവെച്ചിട്ടുള്ള സബ്അരക്കനോയിഡ് ബ്ലോക്ക് അഥവാ സ്പൈനൽ അനസ്തേഷ്യ, അതുപോലെ എപ്പിഡ്യൂറൽ ബ്ലോക്ക്, ഇത് രണ്ടുമാണ് അത് ചെയ്യുന്നുള്ളത്. ഇനി അതിലേക്ക് മുകളിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് തടയാൻ വേണ്ടിയാണ് ജനറൽ അനസ്തേഷ്യയ്ക്ക് പോകുന്നത്. അതായത് മസ്തിഷ്കം ഒന്നാകെയുള്ള ആ ഒരു അബോധാവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടുപോകുക എന്ന് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഇൻ്റർചേഞ്ചബിളാണ്. അതായത് ചിലപ്പോൾ നമ്മൾ പറയും ചില രോഗികൾക്ക് കൈകൾ ഫ്രാക്ചർ ഉണ്ടായി അല്ലെങ്കിൽ പൊട്ടലുണ്ടായി, ചെറിയ മുഴ വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു തരത്തിലുള്ള അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൈനൽ അനസ്തേഷ്യ കൊണ്ടോ നമ്മൾ സർജറി തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ സമയം നീണ്ടുപോവുകയോ അല്ലെങ്കിൽ രോഗിക്ക് അല്ലെങ്കിൽ ഈ മരവിപ്പ് നീണ്ടു നിൽക്കാതെയൊക്കെ ചെയ്യുകയാണെങ്കിൽ രോഗി പെട്ടെന്ന് തന്നെ ഉണരാനും അതുപോലെ തന്നെ വേദന എടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, ജനറൽ അനസ്തേഷ്യയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അത് മാറ്റപ്പെടുന്നതാണ്. അത് പൂർണ്ണമായും രോഗിയെ ആ സമയത്ത് ബോധരഹിതനാക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒരു റീജിയനിൽ തന്നെ ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് രോഗിയെ സർജറിക്ക് വിധേയമാക്കാൻ സാധിക്കില്ല. പലപ്പോഴും ഒരു കോമ്പിനേഷൻ, ഒരു സംയോജിതമായ അനസ്തേഷ്യ രീതികൾ അവലംബിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് രോഗികൾ അനസ്തേഷ്യ പരിശോധനയ്ക്ക് വരുമ്പോൾ ഡോക്ടറെ മറക്കാതെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? അനസ്തേഷ്യയ്ക്ക് സാധാരണ രോഗികൾ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് നേരിട്ടൊരു അനസ്തേഷ്യ പരിശോധന ഉണ്ടാകില്ല. ഏതെങ്കിലും വിഭാഗത്തിലെ ഡോക്ടർമാർ രോഗികളെ ശസ്ത്രക്രിയകളുടെ പരിശോധനയ്ക്കായിട്ട് വിടുകയാണ് ചെയ്യുന്നത്, അനസ്തേഷ്യ പരിശോധനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് ഗൈനക്കോളജി ഒരു ഡോക്ടർ ഒബ്സ്റ്ററ്റിക്, അതായത് പ്രസവ സംബന്ധമായ സിസേറിയൻ സംബന്ധമായ ഒരു പരിശോധനയ്ക്ക് വിടുകയാണെങ്കിൽ ആ തരത്തിലുള്ള പരിശോധനകളാണ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യപ്പെടുന്നത്. അതേപോലെ പരിശോധനകൾ എല്ലാം പൊതുവെ ഉണ്ടെങ്കിലും ഓരോത്തിനും സവിശേഷമായി അതതിൻ്റെ പരിശോധനകൾ പ്രത്യേക സമയത്ത് നടത്തേണ്ടി വരും. ഉദാഹരണത്തിന് ന്യൂറോ സർജറിക്ക് വന്ന പേഷ്യൻറ്റിന് വേറെ പരിശോധന നടത്തേണ്ടി വരും. അതുപോലെ കാർഡിയക് സർജറിക്ക് വരുന്ന പേഷ്യൻറ്റിന് വേറെ തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. എന്നാൽ പൊതുവായും നമ്മൾ ആദ്യമായി നോക്കുന്ന പേഷ്യൻറ്റിന് എമർജൻസികളിൽ പലപ്പോഴും ഇത് ബാധകമാകാറില്ല. പലപ്പോഴും ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് അല്ലെങ്കിൽ രക്തഗ്രൂപ്പ് മാത്രം നോക്കി പലപ്പോഴും പേഷ്യൻറ്റിനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ബാക്കിയുള്ള പരിശോധന പുറകെ വരിക എന്നുള്ള രീതിയാണ് അവലംബിക്കുന്നത്. സാധാരണ വരുമ്പോൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് രോഗിക്കുള്ള അന്നേരത്തെ അവസ്ഥയിലുള്ള ഹീമോഗ്ലോബിൻ ഉൾപ്പെടെയുള്ള പരിശോധന, അതായത് രക്തത്തിൻ്റെ അളവ് കുറവോ കൂടുതലോ എന്നുള്ളത് അറിയണം. അറിവുള്ളതാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ, അതായത് നമുക്ക് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവയുണ്ടോ എന്ന് അറിയണം. ഉദാഹരണത്തിന് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ, ഷുഗർ, അതായത് അതിരക്തസമ്മർദ്ദം, പ്രമേഹം ഇവയുണ്ടെങ്കിൽ അത് എത്ര നാളുകൊണ്ട് അത് ആ രോഗമുണ്ട്, ആ രോഗാവസ്ഥ കൺട്രോൾഡ് ആണോ, അതായത് നിയന്ത്രണത്തിലാണോ, പ്രമേഹം നിയന്ത്രണത്തിനകത്ത് രോഗിയെ തീർച്ചയായിട്ടും സർജറിക്ക് വിധേയമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ തരത്തിലുള്ള പരിശോധനകൾ പ്രധാനമായിട്ടും നടത്തും. അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാ പേഷ്യൻറ്റിനും ആവശ്യമില്ലെങ്കിൽ പോലും ആരോഗ്യം ഒരു 60 വയസ്സ് 45 വയസ്സിന് മുകളിലൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രായാധിക്യം അല്ലെങ്കിൽ ആ പ്രായത്തിന് സംബന്ധിച്ച് എല്ലാ പ്രത്യേക അസുഖങ്ങൾ കാണാം. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, ചിലപ്പോൾ രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ECG പോലുള്ള പരിശോധനകൾ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പലപ്പോഴും വരുന്ന ആരോഗ്യദൃഢരായ രോഗികൾ ഈ ഓപ്പറേഷനുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ മാത്രമായിരിക്കും ആദ്യമായിട്ട് അവർ പല കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന പലപ്പോഴും ഓപ്പറേഷനനുബന്ധിച്ചുള്ള ഈ അനസ്തേഷ്യ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള രക്തപരിശോധനയിലാണ് പലപ്പോഴും പ്രമേഹം പോലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ചികിത്സാ രീതിക്ക്, അതായത് ഓരോ പ്രത്യേക വിഭാഗത്തിലുള്ള സർജറിക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് അവലംബിക്കേണ്ടത്. അപ്പോൾ പൊതുവെ പറയുമ്പോൾ രക്തപരിശോധന കാര്യമായിട്ട് നടത്തേണ്ടതായിട്ട് വരും. ECG ഉൾപ്പെടെയുള്ള പരിശോധന, അതുപോലെ റേഡിയോഗ്രാഫി, പ്രത്യേകിച്ചും നെഞ്ചിൻ്റെ എക്സ്റേ ഉൾപ്പെടെയുള്ള എടുക്കേണ്ടി വരും. നേരത്തെ TBയുടെ അസുഖം ഉണ്ടായിരുന്നു, അഥവാ എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എക്സ്റേ ഉൾപ്പെടെയുള്ള പരിശോധന ചെയ്യേണ്ടി വരും. ഇനിയും ചില പ്രത്യേക അബ്ഡോമിനൽ സർജറി, അതായത് വയറ് ഭാഗത്തുള്ള സർജറികൾ പലപ്പോഴും അൾട്രാസൗണ്ട് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഒന്നുകിൽ സർജറി ഡോക്ടർ ചെയ്യും, അല്ലെങ്കിൽ അതിനോട് തന്നെ അനുബന്ധിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് അനസ്തേഷ്യ ഡോക്ടറും ആവശ്യപ്പെടാറുണ്ട്. അപ്പം ഈ രോഗി മുന്നേ തന്നെ നമ്മൾ സർജറി ചെയ്തിട്ടുണ്ട്, അപ്പോൾ അന്ന് യൂസ് ചെയ്ത അനസ്തേഷ്യ എന്താണെന്നൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും മുൻപ് നടന്ന ശസ്ത്രക്രിയയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മിക്കവാറും ചോദിച്ചറിയുക തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അതുതന്നെയാണ് അന്ന് ഉണ്ടായിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ, ഉദാഹരണത്തിന് അന്ന് കൊടുത്ത മരുന്നുകൾ എന്തെങ്കിലും അലർജി ഉണ്ടായോ, അതുപോലെ തന്നെ അന്ന് കൊടുത്തുന്ന അനസ്തേഷ്യയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായോ, ഇതൊക്കെ നമ്മൾ രോഗിയോട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, പലപ്പോഴും അതിൻ്റെ വിശദാംശങ്ങൾ രോഗികൾ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. കാരണം പലപ്പോഴും ഓർത്ത് പറയാൻ രോഗികൾക്ക് സാധിക്കില്ല. അതൊരു കാര്യമായതുകൊണ്ട് അന്നത്തെ പേപ്പർ ഡിസ്ചാർജുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ എമർജൻസി കേസുകൾ ഇതൊന്നും ചെയ്യാൻ നമുക്ക് സമയമോ സാഹചര്യം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അപ്പോഴുള്ള അവസ്ഥയിൽ വേറെയാണ്. അതുകൊണ്ട് ഈ മുൻപ് ചെയ്യുന്ന ചികിത്സകൾ, ഇത് സർജറി മാത്രമല്ല, എന്തെങ്കിലും കാര്യമായ അസുഖങ്ങൾ ചികിത്സ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഈ ക്ഷയരോഗബാധയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ എന്നാലും ക്ഷയരോഗബാധ ഉണ്ടാകും. അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ശ്വാസകോശങ്ങൾക്കും സ്ഥായിയായ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതറിയേണ്ടത് ആവശ്യമായിട്ട് വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ അപസ്മാരം പോലുള്ള അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ എന്തെല്ലാം അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ നമുക്ക് രേഖാമൂലമുള്ള ഡോക്യുമെൻ്റ് ആയിട്ട്. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. സർ, നമുക്കൊരു സംശയമായിട്ടൊരു പ്രേക്ഷകനുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ബാബു എന്നാണ്. ബാബു സാർ, സംശയം ചോദിച്ചോളൂ സാർ. എന്റെ പേര് ബാബു എന്നാണ്. കേൾക്കുന്നുണ്ട് ബാബു സാർ, സംശയം ചോദിച്ചോളൂ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന്. ഡോക്ടറെ, എനിക്ക് കേൾക്കുന്നുണ്ട്, വ്യക്തമായി കേൾക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടറെ, എനിക്ക് ബി പി കൊളസ്ട്രോൾ, പ്രോസ്റ്റേജ്, എരനിയ, ഇങ്ങനെ 5-6 അസുഖങ്ങളുണ്ട്. കൂടാതെ ഹാർട്ടിന് പ്രോബ്ലം ആയിട്ട് 2 സ്റ്റെന്റ് ഇട്ടതാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് 2 ഓപ്പറേഷന് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് ഡോക്ടർ. അത് ഒന്ന് വന്നിട്ട് പ്രോസ്റ്റേജിന്റെ, ഒന്ന് വന്നിട്ട് എരനിയുടെ. ഇത് 2ന്റെ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർഡിയോളജി ഡോക്ടർ പറയുന്നത് 50% ഞാൻ പറയുള്ളൂ. അപ്പൊ ആ 50% പറഞ്ഞാൽ ഇത് വേറെ ഡോക്ടർ പറയുന്ന, ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ പറയുന്നത് ഞങ്ങൾ എഗ്രീഡ് അല്ലെന്നാ പറയുന്നത്. അതിനെന്താണ് വേണ്ടിയത്? അതായത് അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നത്, അങ്ങേക്ക് കാർഡിയോളജി സംബന്ധം, അതായത് ഹൃദ്രോഗ സംബന്ധമായ അസുഖമുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഷറിൻ്റെ അസുഖമുണ്ട്. പ്രമേഹത്തിന് പറഞ്ഞൊന്നും കേട്ടില്ല. പ്രമേഹം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ട്, പ്രമേഹമുണ്ട്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഈ 2 സർജറി, അതായത് പ്രോസ്റ്റേറ്റിൻ്റെ സർജറി മൂത്രതടസ്സത്തിന് ഉണ്ടാകുന്ന സർജറി എന്ന് വിചാരിക്കുന്നു. മൂത്രതടസ്സത്തിനുള്ള സർജറിയാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതെ. പിന്നെയുള്ള ഹെർണിയയുടെ അസുഖമാണ് അല്ലേ? ഹെർണിയയുടെ പ്രശ്നമാണ് അങ്ങക്കുള്ളത്. അതെ. അപ്പോൾ ഇത് 2 കാര്യങ്ങളും പലപ്പോഴും നമ്മൾ ഇലക്റ്റീവ് സർജറി എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. അതെ, ഇത് 2ഉം ഇലക്റ്റീവ് സർജറി എന്ന വിഭാഗത്തിലാണ് പെടുത്തുന്നത്. അതായത് ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റിൻ്റെ പ്രയാസം മൂലം നമുക്കൊരു മൂത്ര തടസ്സം മാത്രമാണ് സാധാരണ ഉണ്ടാകുന്നത്. അത് പെട്ടെന്ന്, അതായത് പൂർണ്ണമായിട്ട് മൂത്രതടസ്സം ഉണ്ടാകുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ ട്യൂബ് ഇട്ട് മാറ്റേണ്ടതായിട്ട് വരും. അതൊരു കാര്യം. അതാണ് സർജറിക്ക് മുമ്പായിട്ട് പരിഹരിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നത്. രണ്ടാമത് അങ്ങ് പറഞ്ഞത് ഹെർണിയയുടെ അസുഖമാണ്. ഈ ഹെർണിയ പലപ്പോഴും നമുക്ക് ഈ ആന്തരിക അവയവങ്ങൾ ത്വക്കിന് പുറത്തേക്ക് ഭാഗത്തേക്ക് തള്ളി വരുന്ന ഒരു അസുഖമാണ്. അതൊരു ബാഗ് പോലെ പുറത്തേക്ക് വരികയും അത് അകത്തേക്ക് പോകാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ അത് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് 2ഉം ഇലക്റ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ പറയും. അതായത് നമുക്ക് വേണ്ടതായ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന 2 സർജറികളാണ് ഇത് 2ഉം. അത് ഉടനെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എമർജൻസി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞതൊന്നും എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പം എമർജൻസി അല്ലാത്ത ഒരു 2 സർജറി ചെയ്യുന്ന സമയത്ത് അനസ്തീഷ്യയുടെ റിസ്ക്കുകൾ പലപ്പോഴും ഹൈ ആണ്. ഇങ്ങനത്തെയുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ചും ഹൃദ്രോഗത്തുള്ള അവസ്ഥ മനസ്സിലാക്കുമ്പോഴും പ്രമേഹത്തുള്ള നിയന്ത്രണമല്ലാത്തൊരവസ്ഥ വരുമ്പോഴും അത് അനസ്തീഷ്യയും സർജറി മൂലമുണ്ടാകുന്ന റിസ്ക്കുകൾ അങ്ങേക്ക് കൂടുതലാണ്. ഉദാഹരണത്തിന് അങ്ങ് പലപ്പോഴും ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാബു സർ, കേൾക്കുന്നുണ്ടോ? TV ശ്രദ്ധിക്കുന്നതിനേക്കാളും ഡോക്ടർ പറയുന്ന കോളിൽ കൂടി ശ്രദ്ധിക്കാമോ? ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അങ്ങേക്ക് അല്ല, ഡോക്ടറെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചത് ഈ സ്റ്റെന്റ് അടയാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക മരുന്നുകളുണ്ട്, ആസ്പിരിൻ പോലുള്ളവ. അത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എനിക്ക് ഏജ് വന്നിട്ട് സാർ, ഡോക്ടർ ചോദിക്കുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ്. അതെ, അത് കഴിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് റിസ്ക് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന റിസ്ക് ബെനിഫിറ്റ്, അതായത് അങ്ങേക്ക് സർജറി ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റും അതിനുള്ള റിസ്ക്കുകളും, ഇത് രണ്ടും ഒന്ന് താരതമ്യം ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് അങ്ങനെ ഒരു സാഹചര്യം, അതായത് അങ്ങ് കഴിക്കുന്ന ഈ രക്തം അലിയിക്കുന്ന അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാനുള്ള മരുന്നുകൾ ഓപ്പറേഷൻ സമയം നിർത്തേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഹൃദ്രോഗത്തിൻ്റെ ചാൻസുകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് സ്റ്റെൻറ്റ് ഇട്ട ആൾക്ക് പലപ്പോഴും നിർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഓപ്പറേഷനിടയ്ക്ക് തന്നെ ഹൃദ്രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ആ ഒരു റിസ്ക് പറയുന്ന കാരണമാണ് പലപ്പോഴും ഇത് 50-50 ചാൻസ് എന്നങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് പലപ്പോഴും നമുക്ക് ചെയ്യുന്നത്, നമുക്ക് കരണീയമായ തീരുമാനം, അവധാനതാപൂർവ്വം എന്ന് പറയും. അതായത് നമ്മൾ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചെടുക്കേണ്ട തീരുമാനമാണ് സർജറിയുമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. സാധാരണയിൽ ഇങ്ങനത്തെയുള്ള കേസുകൾ, അതായത് അങ്ങയുടെ ഏജ് 70 മുകളിലെന്നാണ് ഞാൻ കേട്ടത്. അതെ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ റിസ്ക്കുകൾ, പ്രായത്തിൻ്റെതായ റിസ്ക്കുകൾ ഇതിനകത്ത് കൂടി വരും. അങ്ങനെയുള്ളപ്പോൾ അനസ്തീഷ്യ കുറച്ചുകൂടെ ശ്രമകരവും ക്ലേശകരവുമാകും. അതുമാത്രമല്ല, ഈ ഓപ്പറേഷനിടയ്ക്കും അതിനുശേഷവുമുള്ള ഹൃദ്രോഗബാധ പുനരായിട്ടുണ്ടാകാനുള്ള സാധ്യതയും ചിലപ്പോൾ കൂടുതലായിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും പല പേഷ്യൻസിനും കണ്ടേക്കുന്നത് ഹെർണിയ പോലുള്ള ചെറിയ സർജറി നിർത്താൻ വേണ്ടി ഈ മരുന്നുകൾ 1-2 ദിവസത്തേക്ക് നിർത്തും. അതിൽ 1-2 ആൾക്കാർക്ക് അതിന് നിർത്തി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ECG വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർജറി അതിനെ തുടർന്ന് അത്ര അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ നീക്കി വെക്കുക എന്നൊരു മാർഗ്ഗമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും ചിലപ്പോഴൊക്കെ അത് അപകടകരമായ, ഉദാഹരണത്തിന് ഹെർണിയ വരുന്ന ഭാഗം പുറത്തേക്ക് തള്ളി വന്നതിന് ശേഷം തിരിച്ചു പോകാതിരിക്കുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. അത് ലൈഫ് ത്രെട്ടൻ, അതായത് ജീവൻ അപകടമുണ്ടാകുന്ന സാഹചര്യം വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ സർജറി വേണോ അല്ലെങ്കിൽ അനസ്തീഷ്യ വിധേയമാകണമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കാർഡിയോളജി ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുന്നത്. ഇതിൻ്റെ കാര്യത്തിൽ പേഷ്യൻറ്റിന് പലപ്പോഴും റോൾ വഹിക്കാനുണ്ട്. കാരണം തീരുമാനം ആദ്യമായി എടുക്കേണ്ടത് പേഷ്യൻ്റ് തന്നെയാണ്. റിസ്കുകൾ പലതും മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ദൗത്യം. ചികിത്സമായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് രോഗിയുടേതായ നിശ്ചയമാണ്. നമ്മൾക്കതിൽ അദ്ദേഹത്തെ കൂടുതൽ സഹായിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഉത്തരം വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ബാബു സർ, വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ ഈ കോൾ എടുക്കുന്നതിന് മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത് അനസ്തീഷ്യ പരിശോധനയ്ക്ക് വരുമ്പം ഒരു രോഗി ഡോക്ടറെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ സംസാരിച്ച് നിർത്തിയത് പ്രീവിയസ് ഹിസ്റ്ററി, ഇതിനു മുമ്പ് അനസ്തീഷ്യ എടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രീവിയസ് കാര്യങ്ങൾ ഡോക്ടറെ ബോധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ തന്നെ 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും രോഗികളെ ബോധപൂർവം അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ ഹാബിറ്റ്സ്, അതായത് സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, ഈ മദ്യപാനം. ഇത് രണ്ടും പലപ്പോഴും ആളുകൾ പറയാൻ മടിയായിട്ടാണോ മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും അപകടകരമാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തീഷ്യയുടെ മരുന്നുകൾ പലതും സ്ഥിരമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രതിപ്രവർത്തിക്കുന്ന രീതിയിലുള്ളതാണ് പല മരുന്നുകളും. അതുകൊണ്ട് തന്നെ ഉള്ള ബുദ്ധിമുട്ടുകൾ, അനസ്തീഷ്യയ്ക്ക് പ്രവേശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ കൂടുതലായിട്ട് കാണാറുണ്ട്, എല്ലാപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്ത്, പ്രത്യേകിച്ച് സ്മോക്കിംഗ് ആണെങ്കിൽ വളരെ കാലം സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശ്വാസകോശങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി, അതായത് അതിൻ്റെ വികസിക്കുവാനുള്ള ആ ഒരു ശേഷി കുറവ് പലപ്പോഴും അനുഭവപ്പെടും. അതുകൂടാതെ തന്നെ സ്ഥിരമായിട്ട് കഫത്തിൻ്റെ പ്രശ്നവും ഉണ്ടാകും. അപ്പോൾ ഇത് തന്നെ നമുക്ക് അനസ്തീഷ്യ കൊടുത്തു കഴിയുമ്പോൾ ശ്വാസതടസ്സമായിട്ടും മറ്റും മാറാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് പലപ്പോഴും നമുക്ക് അടുത്ത ലെവലിലേക്കുള്ള ക്രിട്ടിക്കലിലേക്ക് രോഗി മാറാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ശീലങ്ങളും പറയേണ്ടത് ആവശ്യമാണ്. അത് വളരെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അതായത് ഒന്നും മറച്ചു വെക്കാതെ ഡോക്ടറോട് പറയുക എന്നുള്ളത്, വളരെ കൃത്യമായിട്ട് തന്നെ മറച്ചു വെക്കാതെ ഡോക്ടറോട് പറയുക എന്നുള്ളതാണ് അതിന് കരണീയമായ മാർഗ്ഗം. മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ്, പ്രശ്നങ്ങൾ നമ്മൾ ശസ്ത്രക്രിയക്കിടയ്ക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. പലപ്പോഴും അങ്ങനെയാണ് പ്രത്യക്ഷപ്പെടാൻ സാധ്യതകൾ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അപസ്മാരം പോലുള്ള അസുഖങ്ങൾ പലരും മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞും പലപ്പോഴും രോഗി പെട്ടെന്ന് തന്നെ അപസ്മാര ബാധയിലോട്ട് പോകുന്നത്, ചിലപ്പോൾ അതിനകത്തും സർജറിക്ക് ശേഷം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി പ്രശ്നം ഉണ്ടാക്കുന്നത് രോഗിക്ക് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വെൽക്കം ടു റിതം ഓഫ് കുക്കറി. എനിക്കത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അത്രയും നല്ല ഒരു ഫീലാണ് ഇതിന്. രുചിക്കൂട്ടിൻ്റെ പുത്തൻ രസതന്ത്രങ്ങളുമായി റിതം ഓഫ് കുക്കറി, ദൂരദർശൻ മലയാളം ചാനലിൽ.
മറക്കാതെ കാണുക. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? എന്റെ പേര് CM ദാസപ്പൻ, വൈക്കത്തെന്നാണ് വിളിക്കുന്നത്. സംശയം ചോദിച്ചോളൂ. ഡോക്ടറെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് 71 വയസ്സുണ്ട്. എനിക്ക് ഗാൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. ഞാൻ 5+ കഴിഞ്ഞാണെന്ന് പറഞ്ഞു. 2010-ലും 2012-ലും ആയിരുന്നു. അപ്പൊ ഈ സ്റ്റോണിന് പിന്നെ ഡോക്ടർ പറഞ്ഞ് അത് ഓപ്പറേഷനിലൂടെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 5+ ചെയ്ത കാരണം അതിന് റിസ്ക് എത്ര % ഉണ്ട്, അതുപോലെ തന്നെ കീ ഹോൾ സർജറി അതിന് അവൈലബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. വളരെ നല്ല ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ ഇവിടെ കീ ഹോൾ സർജറി അഥവാ ലാപ്രോസ്കോപ്പിക് സർജറി, അതായത് മിനിമലായിട്ട് വളരെ ചെറിയ അളവിൽ മാത്രം ഉദരഭാഗം തുറന്നുകൊണ്ടുള്ള സർജറിയാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേക തരത്തിലുള്ള സ്കോപ്പ്, വീഡിയോഗ്രാഫി ഉപയോഗിച്ചുള്ള സർജറിയാണ്, അസിസ്റ്റഡ് സർജറിയാണ്. അത് സാധാരണഗതിയിൽ വലിയൊരു ഓപ്പറേഷൻ ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വലിയൊരു മുറിവുണ്ടായ അബ്ഡമൻ വയറുഭാഗത്ത് വളരെ മുറിവുണ്ടാക്കി ചെയ്യേണ്ട സർജറികളെ പലപ്പോഴും ഈ ചെറിയ 3-4 ചെറിയ മുറിവുകൾ, 1 ഇഞ്ചിലോ 1 ഇഞ്ച് താഴെ വരുന്ന മുറിവുകൾ മാത്രം ഉണ്ടാക്കി ചെയ്യേണ്ട നൂതനമായ ശസ്ത്രക്രിയയാണ്. അതിൽ വളരെ പുരോഗതി ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അതിൽ വളരെ പുരോഗതി ഉണ്ടായിട്ടുമുണ്ട്. പണ്ട് സാധ്യമല്ല എന്ന് വിചാരിച്ച പല സർജറികളും ഇപ്പം ലാപ്രോസ്കോപ്പി വഴി അനായാസമായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് പേഷ്യൻറ്റിന് പലപ്പോഴും ബെനിഫിറ്റാണ്. കാരണം വലിയൊരു മുറിവില്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോകാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതുപോലെ അനസ്തീഷ്യ, പക്ഷേ അതിൽ പ്രത്യേക ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ അബ്ഡമൻ, അതായത് വയറിൻ്റെ ഭാഗം വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസുകളാണ്. ആ ഗ്യാസുകൾ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ട് നമ്മുടെ വയറൊന്ന് വികസിപ്പിച്ച്, ബലൂൺ പോലെ അല്പം വികസിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ കുടലിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഒട്ടിരിക്കുന്ന കുടലിൻ്റെ ഭാഗം നീക്കിയാണ് നമ്മൾ ആ ഏരിയ എവിടെയാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ ഓപ്പറേഷനുള്ള ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വീഡിയോ ഗൈഡഡാണ്, വീഡിയോയിലൂടെ കണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അനസ്തീഷ്യയ്ക്ക് ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഗ്യാസ് നിറയ്ക്കുമ്പോൾ നെഞ്ചിലേക്കുള്ള ആ ഒരു വോളിയം, അതായത് ആ ഒരു കപ്പാസിറ്റി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം പലപ്പോഴും അത് നമ്മൾ ചെയ്യുന്നത് ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. ചില സെൻറ്ററുകൾ അത് എപ്പിഡുറൽ അനസ്തീഷ്യയും ചെയ്യാറുണ്ട്. ഇതിന് അതിൻ്റേതായ റിസ്ക്കുകളും അഡ്വാൻറ്റേജുമുണ്ട്. ഈ പറയുന്ന 2 സ്റ്റെൻറ്റൊക്കെ 2 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആൾക്ക് അത് റിസ്ക്കുകൾ സാധാരണ ഒരാളെ സംബന്ധിച്ച് കൂടുതലായിരിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല മരുന്നുകൾ നിർത്തേണ്ടതായിട്ട് വരും. ഈ മുൻപ് പ്രാവശ്യം വിളിച്ച് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മരുന്നുകൾ നിർത്തുമ്പോഴുള്ള രണ്ടാമത് ഹൃദ്രോഗത്തിനുള്ള സാധ്യത പലപ്പോഴും ഉണ്ട്. പിന്നെ ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. ഓരോ ആൾക്കാരുടെ കാര്യത്തിലും അത് വ്യത്യസ്തമാണ്. ഉദാഹരണം, നമ്മൾ പറഞ്ഞു യു ആർ യൂണീക്ക്, നിങ്ങൾ തനതായ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മളെപ്പോലെ വേറൊരാളില്ല, നമ്മുടെ ശാരീരികാവസ്ഥയെപ്പോലെ വേറൊരാൾക്കും ഉണ്ടാകാൻ സാധിക്കില്ല. അപ്പോൾ ഇന്ന ആൾക്ക് ഇന്ന പോലെയൊക്കെ സംഭവിച്ചു, അത് കുഴപ്പമുണ്ടായില്ല, എനിക്ക് പക്ഷേ കുഴപ്പമുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഇൻഡിവിജ്വലുണ്ട്, വ്യക്തിപരമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങയുടെ കാര്യത്തിൽ ഇത് അങ്ങേക്കുള്ള മറ്റുള്ള അസുഖങ്ങളുണ്ടോ, അതിന് ചികിത്സ കൃത്യമാണോ, അവ നിയന്ത്രണത്തിലാണോ എന്നുള്ള കാര്യം അറിയാതെ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചാൻസ് എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ള സാധാരണ പോപ്പുലേഷൻ, അതായത് ആരോഗ്യപരമായിട്ട് നടക്കുന്ന ഒരാളെക്കാളും അങ്ങയുടെ പ്രായത്തിലുള്ള ഒരാളെക്കാളും ഈ ഹൃദ്രോഗം പോലുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം അപകട സാധ്യത കൂടുതലെന്ന് പറയാം. പക്ഷേ നമുക്കൊരാവശ്യമായ സന്ദർഭത്തിൽ അത് ചെയ്യേണ്ടതാണെങ്കിൽ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരേണ്ടി വരും. കാരണം അതുകൊണ്ട് പലപ്പോഴും ഈ ഗൾ ബ്ലാഡർ പ്രശ്നം ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്റ്റോൺ പുറത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചുരുക്കം ചില കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ അത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് അങ്ങയുടെ റിസ്ക് അന്ന് കാണുന്ന ഡോക്ടർക്കാണ് കൂടുതലായിട്ടും അസസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ റിസ്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് ഒരു നേരിട്ട് കാണാതെയോ കാര്യങ്ങൾ റിസൾട്ടുകളും പരിശോധനകളും വ്യക്തമായിട്ട് പരിശോധിക്കാതെയും പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും സാധാരണ അങ്ങയുടെ പ്രായത്തിലുള്ള ഒരാളെക്കാളും റിസ്ക് കൂടുതൽ തന്നെ ഉണ്ട് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഈ ക്യാൻസർ പോലെ ഗുരുതര രോഗമുള്ള ആൾക്കാർക്ക് അടിക്കടി ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കും? ക്യാൻസർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വളരെ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ആയുർദൈർഘ്യം കൂടുന്തോറും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മറ്റ് 2-3 ദശകങ്ങളെ അപേക്ഷിച്ച് ക്യാൻസർ ചികിത്സയിൽ അഭൂതപൂർവമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ പല രോഗികളും ആയുർദൈർഘ്യം കൂടാൻ സാധ്യതയുണ്ട്. അതായത് പണ്ട് 1 കൊല്ലം 2 കൊല്ലത്തിനുള്ളിൽ മരിച്ചു പോകുമെന്ന് പറയുന്നത് ഇപ്പോൾ 5 കൊല്ലം വരെയോ 10 കൊല്ലം വരെയോ തുടർന്ന് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. ചില കേസുകളിൽ പൂർണ്ണമായും തന്നെ ഭേദമാക്കാനും സാധിക്കുന്നുണ്ട്. ക്യാൻസർ ശസ്ത്രക്രിയ വരിക എന്ന് പറയുന്നത് പല ഭാഗങ്ങളും എടുത്തു മാറ്റപ്പെടുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പം ഇത് നമുക്ക് എത്രത്തോളം ഉണ്ടെന്നറിയാൻ പൂർണ്ണമായ റിസെക്ഷൻ, ഉദാഹരണത്തിന് ഒരു ട്യൂമർ വന്നു നമ്മുടെ ഉദരഭാഗത്താണ്, ഫോർ എക്സാമ്പിൾ പാൻക്രിയാറ്റിക് ട്യൂമർ പോലുള്ളവയ്ക്ക് പലപ്പോഴും റിസെക്ഷൻ എന്ന് പറയും. ആ ഭാഗം എടുത്തു മാറ്റുന്ന പലപ്പോഴും തുടർന്ന് പടരാതിരിക്കാൻ മാത്രമാണ് പൂർണ്ണമായൊരു സൗഖ്യം സുഖപ്പെടുത്തുക എന്നൊരു സംഗതി പലപ്പോഴും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം ഒരു സർജറിക്ക് ശേഷം അടുത്ത സർജറി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗത്ത് ഗ്രോത്ത് വളർച്ച പിന്നെ ഉണ്ടായെങ്കിൽ രണ്ടാമതും ചെയ്യേണ്ടതായിട്ട് വരും. തുടർച്ചയുള്ള അനസ്തീഷ്യ എത്രത്തോളം ആരോഗ്യകരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ആ രോഗത്തിന് വേണ്ടി ചികിത്സയുടെ ഭാഗമായിട്ടാണ് അനസ്തീഷ്യ പോകുന്നത്. പ്രധാനപ്പെട്ട ചികിത്സകൾ സർജറിയും കീമോതെറാപ്പി ആയിരിക്കും പലപ്പോഴും. അതിനെ നമുക്ക് സഹായിക്കുന്ന രീതിയിൽ അനസ്തീഷ്യ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഒരു മാസത്തിനുള്ളിൽ ഒരു ദിവസം 2-3 തവണ ചിലപ്പോൾ അനസ്തീഷ്യയ്ക്ക് വിധേയമായി വരേണ്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ റിസ്ക്കുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെക്കാൾ കുറവാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും അനസ്തീഷ്യ കൊണ്ടുള്ള റിസ്ക്കുകൾ എത്രയാണെന്ന് പലരും ഒരു സാമാന്യ തത്വത്തിൽ ചോദിക്കും. അപ്പം നമ്മൾ മറ്റു 40 കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ മരുന്നുകളുടെയും ടെക്നോളജിയുടെയും ഒരു മുന്നോട്ടുള്ള പോക്ക് കാരണം, അഥവാ പുതുതായിട്ട് വന്നത് കാരണം, സാങ്കേതികവിദ്യ മെച്ചപ്പെട്ടത് കാരണം പുതിയ തരത്തിലുള്ള മരുന്നുകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അനസ്തീഷ്യയുടെ റിസ്ക്കുകൾ കാലക്രമേണ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. സേഫ്റ്റി മെഷേഴ്സ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് പരിശോധിക്കാനും അസസ് ചെയ്യാനുമുള്ള റേഡിയോഗ്രാഫി ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇപ്പോൾ പുതുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് കഴിവതും ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ റിസ്ക് എന്ന് പറയുമ്പോൾ എല്ലാ അനസ്തീഷ്യയ്ക്കും റിസ്ക്കുകളുണ്ട്. അത് സാധാരണ അനസ്തീഷ്യ ആയാലും കോംപ്ലിക്കേറ്റഡ് സർജറിക്കായാലും റിസ്ക്കുകളുടെ സാധ്യത കൂടുതലാണ്. പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കൂടിയും കുറഞ്ഞു വരിക്കും. അപ്പോൾ അത് വ്യക്തമായ പരിശോധന കൊണ്ട് പറയാൻ പറ്റുള്ളൂ. തുടർച്ചയായ അനസ്തീഷ്യയ്ക്ക് വിധേയമുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇല്ല. നമ്മളെ രോഗത്തിന് അനസ്തീഷ്യ സർജറി ചികിത്സാ രീതി വരുന്ന സമയത്ത് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കൊടുത്തേ പറ്റുള്ള സ്ഥലത്തേക്ക് നമുക്ക് അതിന് റിസ്ക് അസസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും തുടർച്ചയായ അനസ്തീഷ്യ കഴിവ് ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? എൻ്റെ പേര് അബ്ദുൾ പ്രസാദ്. സംശയം ചോദിച്ചോളൂ. എനിക്ക് ബൈപ്പാസ് റെക്കമെൻഡ് ചെയ്തതാണ്. 5 ബ്ലോക്ക് ഉണ്ട്, 3 90 ഉണ്ട്. 5 ബ്ലോക്ക് ഉണ്ട്, അത് 3 90 ഉണ്ട്. കാൽസ്യത്തിന്റെ ബ്ലോക്ക് എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയാമോ സർ? 5 ബ്ലോക്ക് ഉണ്ട്. 5 ബ്ലോക്ക് ഉണ്ട്, 3 90% ബ്ലോക്ക് ഉള്ളതാണ്. ബൈപ്പാസ് റെക്കമെൻഡ് ചെയ്തിരുന്നു. 3 90% ബ്ലോക്കാണ്. അതെ, 3 90% ബാക്കി 2 50-60%. ബാക്കി 2 50-60%. ഓക്കെ, ബൈപ്പാസ് ആണ് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ആൻജിയോഗ്രാം കഴിഞ്ഞതിന് ശേഷം ന്യൂക്ലിയർ സ്കാനിങ് 2 തരം ചെയ്തിരുന്നു. ഒന്ന് പെറ്റ് സ്കാനിങ് ഒക്കെ ചെയ്തിരുന്നു. സാറ് മറ്റേ സായിബാബ ഹോസ്പിറ്റലാണോ സാറ്? വൈറ്റ്ഫീൽഡിലാണോ സാർ വർക്ക് ചെയ്യുന്നത്? ഒന്നുകൂടി വ്യക്തമാക്കി ചോദിക്കാമോ? അതായത് അങ്ങേക്ക് ഉണ്ടായത് ഹൃദ്രോഗമുണ്ട്, 5 ബ്ലോക്ക് ഉണ്ട്, അതിൽ 3 90% ബ്ലോക്ക് ഉള്ളതാണ്. ഇനി എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? 57 വയസ്സ് പ്രായമുണ്ട്. 57 വയസ്സ് പ്രായം. അല്ല, അങ്ങയുടെ ചോദ്യം എനിക്ക് വ്യക്തമായില്ല. എന്താണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ബൈപ്പാസ് ഓപ്പറേഷൻ വിധേയമാകണോ വേണ്ടോ എന്നാണ് അങ്ങ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ, തീർച്ചയായിട്ടും അത് എന്നേക്കാൾ അപ്പുറം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എനിക്ക് കൃത്യമായ ഒരു ഫീൽഡിൽ നോക്കേണ്ട കാര്യങ്ങളല്ല. അത് കാർഡിയോളജിസ്റ്റ് തീരുമാനം അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. പലപ്പോഴും ഇങ്ങനെ, അതായത് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഒരു സ്പന്ദിക്കുന്ന ഒരു പമ്പ് പോലത്തെയാണ്, പമ്പ് പോലത്തെ അവയവമാണ്. അപ്പോൾ അതിന് പുറത്തേക്ക് അതിൻ്റെ ഭിത്തികളിലേക്ക് രക്തക്കുഴലുകളുണ്ടാകും. ഈ രക്തക്കുഴലുകൾ കാലക്രമേണ അടയാനുള്ള സാധ്യതയും കൂടുതലാണ്. ചിലർക്ക് കൂടുതൽ ഏറെയും കുറഞ്ഞു വരിക്കും, ചിലർക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നിരിക്കില്ല. പക്ഷേ ഏതായാലും ഈ ഒരു പ്രക്രിയ നമ്മുടെ 10-ാം വയസ്സിൽ തന്നെ തുടങ്ങുന്നതാണ്. അപ്പോൾ അത് വളരെ നമ്മുടെ ആഹാര രീതിയും പാരമ്പര്യവും ജനിതകമായ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ച് വളരെ മുന്നോട്ട് തന്നെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മറ്റുള്ള രക്തക്കുഴലുകളെ പോലെ ഈ ഹൃദയത്തിന് നമ്മൾ രക്തം കൊടുക്കുന്നതായ രക്തക്കുഴലുകൾ അടയുന്നതാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്.
അപ്പോൾ അത് 90% കൂടുതൽ 3 ഉണ്ടെങ്കിൽ പലപ്പോഴും അത് സ്റ്റെൻറ്റ്, ആൻജിയോപ്ലാസ്റ്റി മുതലായതുകൊണ്ട് പരിഹരിക്കുക പലപ്പോഴും സാധ്യമായി വരികയില്ല. അത് കൂടുതൽ അസസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങേക്ക് ബാക്കിയുള്ള പരിശോധനകൾ, സ്കാൻ ഉൾപ്പെടെയുള്ളവ ചെയ്തതെന്ന് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് അങ്ങേ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ്. അതിൽ അഭിപ്രായം പറയാൻ പറ്റിയ ഒരാൾ. ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും വിധേയമാവുന്ന ഈ കേസുകൾ ചിലപ്പോൾ സക്സസ് ആയിരിക്കില്ല. അതായത് അതിൻ്റെ ബ്രാഞ്ചസ്, നമ്മൾ ഈ ശിഖരം പോലെ ഈ ധമനികൾ വിരിയുന്ന ഭാഗത്തുള്ള ബ്ലോക്കുകൾ പലപ്പോഴും ഈ സ്റ്റെൻറ്റോ അങ്ങനെ മറ്റും ഇടാൻ സാധ്യത പ്രയാസകരവും ദുഷ്കരവുമാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പം നേരത്തെ തന്നെ ബൈപ്പാസ് ഓപ്പറേഷനുകൾ ചെയ്യാനായിട്ട് പറയാറുണ്ട്. സക്സസ് റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ വിജയ സാധ്യത ഏറെയും കുറഞ്ഞു വരിക്കും. കാരണം നമ്മൾ മറ്റുള്ള പ്രത്യേകിച്ചും അങ്ങനെ ആ ഒരു ഓപ്പറേഷന് വിധേയമാകുന്ന ആൾക്ക് അസോസിയേറ്റഡ് അത് അനുബന്ധിച്ചുള്ള പ്രമേഹം പോലുള്ള മറ്റ് അസുഖങ്ങളുണ്ടോ, കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ആശ്രയിച്ചിരിക്കും. അതായത് മുമ്പ് ഇതുപോലെ തന്നെ ഈ ധമനിഭിത്തികൾ അടയുന്നതായ നേരത്തെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് അങ്ങേക്ക് സ്കാൻ ചെയ്ത് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങയുടെ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം തന്നെയാണ് മുഖവിലേക്ക് എടുക്കേണ്ടത്. അതിലൊരു അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ള ഒരു വസ്തുതയാണ് ഉള്ളത്. ഡോക്ടർ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, വീണ്ടും ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്? സംശയം ചോദിച്ചോളൂ സർ. ഞാൻ പറഞ്ഞ സംശയം, എനിക്ക് ബ്രെയിനകത്ത് നേരത്തെ ഒരു സ്ട്രോക്ക് വന്നു. എനിക്ക് 1 വർഷമായി ഒരു ചെറിയ സ്ട്രോക്ക് വന്നു. മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രോക്കാണ് വന്നത്. ബ്രെയിനകത്തൊരു ഞരമ്പ്, മൈന്യൂട്ടായിട്ടുള്ള ഞരമ്പ് ബ്ലോക്ക് ആയെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് വീട്ടിൽ ഇരുന്ന് മരുന്ന് കഴിക്കുക. എന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഈ ഇടത് സൈഡ് കംപ്ലീറ്റ് മരപ്പാണ്. മുഖത്തിന്റെ ആ സൈഡും കംപ്ലീറ്റ് തല തൊട്ട് കാലിന്റെ പാദം വരെയും കൈക്കും എല്ലാം പുകച്ചിലും മരപ്പുമാണ്. മുമ്പേ ഒരു ഡോക്ടറോട് ഒരു പേഷ്യന്റോട് ഡോക്ടർ പറഞ്ഞു കേട്ട് ബ്ലഡ് കോട്ടായിരിക്കാനായിട്ടുള്ള മരുന്ന് ആസ്പിരിനൊക്കെ അങ്ങനെ ആസ്പിരിനൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. എന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഡോക്ടറിന്റെ ഈ അൻസേഷയെ കുറിച്ചുള്ള അല്ല ഇതില് ഞാൻ ചോദിക്കുന്നത്. എങ്കിലും ഇതിനൊരു മറുപടി എനിക്ക് തന്നാൽ അത്ര ആശ്വാസം. അതുകൊണ്ടാണ് ഈ മരപ്പും പോച്ചിലും മാറുമോ ഡോക്ടർ? ഈ മരുന്ന് എനിക്ക് 1 വർഷം കഴിച്ചിട്ട് ഈ ബ്ലോക്ക് ബ്രെയിനകത്ത് ഈ കട്ട പിടിച്ച് ബ്ലഡ് അലുക്കാനായിട്ടുള്ള മരുന്നാണ് ഈ ആസ്പിരിൻ കഴിക്കുന്നതെന്നാണ് അന്ന് ന്യൂറോ സർജൻ എന്നോട് പറഞ്ഞത്. അത് മാറുമോ? എന്റെ ഈ മരപ്പും പോച്ചിലും മാറുമോ? എനിക്ക് അത്രയൊന്നും അറിഞ്ഞാൽ മതി. അത് അനസ്തീഷ്യ സംബന്ധമായൊരു ചോദ്യമാണെന്ന് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, പലപ്പോഴും ഈ സ്ട്രോക്ക് അഥവാ തലച്ചോറക്കല്ലെ മസ്തിഷ്കത്തിലേക്കുള്ള ആർട്ടറികൾ, അതായത് ധമനികൾ അടയുന്ന മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. അത് പലപ്പോഴും നമുക്ക് സെൻസേഷൻ, ഒരു ഭാഗത്ത് അതായത് സ്പർശന ശേഷിയോ അല്ലെങ്കിൽ ഭാഗികമായ ചലനശേഷിയോ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് ബ്രെയിൻ BP കൂടിയാണ് ഉണ്ടായത്. BP കൂടി ഓൾറെഡി 8 വർഷമായിട്ട് കഴിക്കുന്നുണ്ട്. BP കൂടിയാണ് ഈ സ്ട്രോക്ക് ഉണ്ടായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എനിക്ക് സെൻസേഷൻ ഒക്കെ ഉണ്ട്. ഈ മരപ്പും പുകച്ചിലും. അങ്ങക്ക് മറ്റ് പ്രമേഹം പോലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള അറിഞ്ഞാൽ കൊള്ളാം. ഇല്ല, പ്രമേഹവും ഇല്ല, കൊളസ്ട്രോൾ ശകലമുണ്ട്. ഇത് അതൊരു ഭാഗമാണ്. അങ്ങക്ക് വയസ്സ് 51 എന്നാണ് ഞാൻ കേട്ടത്. 57. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇത് സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കഴുത്തിലെ കശേരുക്കളുടെ ഭാഗമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് തേയ്മാനം പോലുള്ള പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ നാഡീഞരമ്പുകളെല്ലാം തന്നെ മസ്തിഷ്കത്തിൽ നിന്ന് ഇറങ്ങി നേരെ തന്നെ സുഷുമ്നാഡിയായി മാറുന്ന ഭാഗം. അതിപ്പം ഓരോ നട്ടിലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഓരോ ഭാഗത്തേക്കുള്ള ഞരമ്പെന്ന് ഉദ്ദേശിച്ച നേഴ്സ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഈ നട്ടലിൽ തേയ്മാനം വരുമ്പോൾ, പ്രത്യേകിച്ചും കശേരുക്കളുടെ തേയ്മാനം വരുമ്പോൾ സംഭവിക്കുന്നത് ഇത് തമ്മിൽ കംപ്രസ് ചെയ്യും. അതായത്
പ്രഷർ വരും. ഒരു ഞരമ്പിൻ്റെ മറ്റു ഞരമ്പിൻ്റെ മുകളിലുള്ള ഭാഗം 2 കശേരുക്കൾ അടുത്ത് വരുമ്പോൾ അത് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പ്രഷർ വരുന്ന കാരണം ആ ഞരമ്പുകൾക്ക് സ്ഥായിയായ ഉള്ള കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വിശദമായ ഒരു പരിശോധന ആവശ്യമാണ്. ഡോക്ടറെ തന്നെ സമീപിക്കണം. അദ്ദേഹത്തിന് ചിലപ്പോൾ MRI ഉൾപ്പെടെയുള്ള പരിശോധന ചെയ്യാൻ ആവശ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അത് ചെയ്ത് നോക്കിയിട്ട് അതിന് വേണ്ടതായ മരുന്നുകൾ ലഭ്യമാണ്. അവ കൃത്യസമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറയുന്നതാണ്. ചില കാര്യങ്ങൾക്ക് നമ്മൾ ഓപ്പറേഷൻ തന്നെ വേണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ചികിത്സിച്ച് ഡോക്ടറെ അടുത്ത് തന്നെ പോയി ഇത് കാര്യങ്ങൾ വിശദമായി പറയുകയും അദ്ദേഹത്തിന് വേണ്ട ഉപദേശം തേടുകയും ചെയ്യേണ്ടതാണ് അത്യാവശ്യം. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ പൊതുവേ പറഞ്ഞു കേൾക്കുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ എടുക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം നടുവേദന അനുഭവിക്കേണ്ടി വരും, പ്രത്യേകിച്ചും പ്രസവ സമയത്ത് സിസേറിയനൊക്കെ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബിലോ ചെസ്റ്റ്, അതായത് നെഞ്ചിന് കീഴ്പോട്ടുള്ള ഭാഗങ്ങളിലേക്കുള്ള സർജറികൾ സാധാരണ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കും. ഈ സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കൈകളിലോ കാലുകളിലോ ഒക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ, അതായത് ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ ഒരു സൂചി ഉപയോഗിച്ച് നട്ടലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ആ ഗ്യാപ്പിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് സുഷുമ്നായുടെ ചുറ്റുമുള്ള സ്രവങ്ങളുണ്ട്, CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഇതിലേക്ക് നമ്മൾ മരുന്ന് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ആ മരുന്ന് കടത്തിവിടുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ളതായ നാഡീ ഞരമ്പുകൾക്ക് ആ സ്പർശന ശേഷി താൽക്കാലികമായിട്ട് നഷ്ടപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരുന്നു. ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, അതിൽ 3 മണിക്കൂർ നീണ്ടു നിൽക്കാം. അതിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല. പലപ്പോഴും ചോദ്യം വരുന്നത് നട്ടൽ തുരന്നാണ് എടുക്കുന്നതെന്നുള്ളത്. അങ്ങനെയല്ല. നട്ടലിന് പ്രശ്നം, നട്ടലിനിടയ്ക്കുള്ള ഗ്യാപ്പ്, ഒരു വിടവിലൂടെയാണ് നമ്മൾ സൂചി പറയുന്നത്. അത് സൂചി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന സൂചിയേക്കാളും നമുക്കധികം വേദന എടുക്കാറില്ല. ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് ഷുഗർ നോക്കുന്നവർക്കറിയാം, അവർ ലാൻസെറ്റ് നമ്മുടെ കയ്യിൽ കുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള സൂചിയെ പോലും അത്രയും പോലും വലുപ്പമില്ലാത്ത ഒരു സൂചിയാണ് നമ്മൾ കനം കുറഞ്ഞ് വളരെ നേർത്തതായ നമ്മുടെ മുഴുനാരുകളേക്കാൾ അല്പം കൂടെ മാത്രം വലുപ്പമുള്ള സൂചിയാണ് ഉപയോഗിക്കുന്നത്. അത് നട്ടലല്ല, അതിനിടയ്ക്കുള്ള കശേരുക്കളുടെ ഗ്യാപ്പിലാണ്, ആ ഒരു വിടവിലൂടെയാണ് നമ്മൾ സൂചി കടത്തി അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് തന്നെ ആ സമയത്തേക്ക് നമ്മൾ ഏതെങ്കിലും എടുക്കുന്ന പോലെ വേദന ഉണ്ടാകാതെ സ്ഥിരമായ വേദന ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ അതിന് പറയുന്ന ഒരു കാര്യം വെച്ചാൽ സിസേറിയനുബന്ധിച്ച് നമ്മൾ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ നിരത്ത് കടത്തുകയും എടുക്കുകയും ചെയ്യും. അപ്പം ഈ പ്രസവ സംബന്ധം ആ സമയത്ത് എല്ലാ സന്ധികളും ഒന്ന് അയഞ്ഞു തരുന്ന സമയമാണ്. അപ്പം കൂടുതൽ ആയാസം വരുന്നുണ്ട്. കൂടുതൽ നമ്മൾ കുഞ്ഞിനെ തറയിൽ നിന്ന് എടുക്കുകയും ഒക്കത്ത് വെക്കുകയും തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിസ്സാരമായ കാര്യമല്ല. 4, 5, 7, 8, 10 കിലോ വരെ കുഞ്ഞുങ്ങൾ ഒരു കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മൾ അത്രത്തോളം ചുമന്ന് നിൽക്കണം. അപ്പോൾ ചുമലിലേക്ക് നടക്കുമ്പോഴൊക്കെയുള്ള നട്ടലിലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രെയിൻ അഥവാ ഒരു സ്ഥിരമായുള്ള ആയാസം മുഖാന്തരം ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. പലപ്പോഴും അവർ പറയുന്നത് ഇതിനെ ഉണ്ട്, കഴിഞ്ഞ കൊല്ലം ഇഞ്ചക്ഷൻ വെച്ചിരുന്നു, അതിനെ തുടർന്ന് ഉണ്ടായി എന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോസേഷൻ എന്ന് പറയുന്നത് കോയിൻസിഡൻസ് ഈസ് കോസേഷൻ എന്ന് പറയുന്നത് അത് ഒത്തു വന്നുകൊണ്ട് അതാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതാണ് കാണാറുള്ളത്. സാധാരണഗതിയിൽ ഈ ഇഞ്ചക്ഷൻ കൊണ്ട് സാധാരണഗതിയിൽ നട്ടിൽ വേദന ഉണ്ടാവാറില്ല. അതേസമയം തേയ്മാനമൊക്കെയുള്ള ആൾക്കാർക്ക് അവരുടെ വേദന കൂടുകയോ കുറയുകയോ ചെയ്യാം. അത് ഈ ഇഞ്ചക്ഷനുമായിട്ട് സാധാരണഗതിയിൽ ബന്ധപ്പെടാറില്ല. പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥായിയായ ഞരമ്പുകൾക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. ചില സമയത്ത് ചില ഇഞ്ചക്ഷൻസ് മാറിപ്പോവുക ചെയ്ത് കഴിഞ്ഞാൽ വരാം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അങ്ങനെയുള്ളതാണ്. അപ്പം സൂചി കൊണ്ട് ഈ കുത്തുന്നത് കൊണ്ടുള്ള വേദനയല്ല ഉണ്ടാകും. അത് സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വേദന പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. ഡോക്ടർ, അനസ്തേഷ്യ രോഗിക്ക് കൊടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അതായത് രോഗിയുടെ ബോഡി അനസ്തേഷ്യക്ക് ഫിറ്റ് അല്ല എന്ന് തോന്നുന്നത്. അത് പലപ്പോഴും നമുക്കൊരു ഫിറ്റ്നസ് കിട്ടിയില്ല എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് അത് ആ ഒരു സാഹചര്യം അനുസരിച്ചാണ്. അപ്പോൾ ഞാൻ പറയുന്ന 2 കാര്യം വ്യക്തമാക്കാനുണ്ട്. ഒന്നാമത് എമർജൻസി. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നു, എമർജൻസിയായിട്ട് സർജറി ചെയ്യണം. അവിടെ ഫിറ്റ്നസിൻ്റെ പ്രശ്നം സാധാരണത്തിൽ ഉണ്ടാവാറില്ല. പക്ഷേ നമ്മൾ അത് ചെയ്തുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സാഹചര്യത്തോട് തീരുമാനിക്കേണ്ടതാണ്.
ചില അവസരങ്ങളിൽ ഞാൻ പറയും 50-50 ചാൻസ് അല്ലെങ്കിൽ 70% ചാൻസ്. ഒരു 10% ചാൻസ് ഉണ്ടെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിലാണെങ്കിൽ അനസ്തേഷ്യയ്ക്ക് ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഫിറ്റ്നസ് ഇല്ലായ്ക വരാറില്ല. പക്ഷേ ഫിറ്റ്നസ് അല്ലെന്ന് പറയുമ്പോൾ ഇലക്ടീവ് സർജറിക്കാണ് പലപ്പോഴും ഫിറ്റ്നസ് കിട്ടാതെ വരുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ടീവ് സർജറി എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിൽ തീരുമാനിച്ചെടുക്കാൻ തീയതി നിശ്ചയിക്കാൻ പറ്റുന്ന സർജറികൾ. ഉദാഹരണത്തിന് എനിക്ക് ഹെർണിയയുടെ അസുഖം ഉണ്ടെങ്കിൽ, അത് പ്രശ്നമുണ്ടെങ്കിൽ ആ സമയത്ത് കയ്യിലൊരു ചെറിയ മുഴയുണ്ട്, അതെപ്പോഴും വേണം ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് കോമോർബിഡിറ്റീസ്, അതായത് പലപ്പോഴും ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഹൃദ്രോഗം ഉണ്ടാകും, ചിലപ്പോൾ വേറെ ചില പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളുണ്ടാവാം. ഇവയൊക്കെ കാരണം തന്നെ നമുക്ക് അത് ജീവിതശൈലി കാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആക്കിയിട്ട് വരാനും പറയും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തേക്കുള്ള ഫിറ്റ്നസ്, പിന്നെ ഫിറ്റ്നസ് കുറച്ചുകൂടെ ആപേക്ഷികമാണ്. ഉദാഹരണത്തിന് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വളരെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർജറികൾക്ക് അനസ്തേഷ്യയ്ക്ക് ഒരു പരിമിതിയുണ്ട്. അതുപോലെ അത് മുകളിലേക്കുള്ള ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് പോകുന്നതും അത് കൂടുതലായി വരും. അപ്പം ഇവിടെ ഫിറ്റ്നസ് കിട്ടിയില്ല എന്ന് കരുതി അതൊരു അവസാന വാക്കല്ല. പലപ്പോഴും അതിൽ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ ചിലപ്പോഴത് ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആപേക്ഷികമായ ഒരു കാര്യമാണ്. പിന്നെ അതായത് മനുഷ്യൻ്റെ ഫിസിക് എന്ന് പറയുന്നത് ആരോഗ്യപരമായുള്ള കാര്യമല്ല. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് തുടർച്ചയായി നടക്കുന്ന ആൾക്കാർക്ക് കിതപ്പുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, അത് രണ്ട് പടി കയറി ചെല്ലുമ്പോൾ തന്നെ കിതച്ച് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പല അസുഖങ്ങൾ കാണും. അപ്പോൾ നമ്മളത് എവാലുവേറ്റ് ചെയ്യണം, അതായത് പരിശോധിക്കണം. തുടർ പരിശോധനകൾ ആവശ്യമാണ്. പലപ്പോഴും കാർഡിയോളജി ഉൾപ്പെടെയുള്ള പരിശോധനകൾ ആവശ്യമായിട്ട് വരും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഫിറ്റ്നസ് നമ്മൾ ഉദ്ദേശം എന്ന് പറയുന്നത് അന്നേരം ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ പരമാവധി പരിഹരിച്ച് സർജറി ചെയ്യാൻ പേഷ്യൻറ്റിനെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ, ഇനി കുഞ്ഞുങ്ങളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ നമ്മൾ സർജറി ചെയ്യുന്ന ഒന്നുകിൽ ജന്മനാ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണോ അല്ലെങ്കിൽ കുട്ടികൾ വീഴുമ്പോഴുള്ള മുറിവ് തുന്നാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ സർജറിക്ക് മുമ്പ് അവർക്ക് കൊടുക്കുന്ന അനസ്തേഷ്യയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ഒരു കുട്ടിയെ പലപ്പോഴും നമുക്ക് ഒരു കയ്യിലെ ഒരു ചെറിയ മുറിവാണെങ്കിൽ പോലും ഒരു പ്രായപൂർത്തിയായ ഒരാളെ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം പലപ്പോഴും ആങ്ഷ്യസ്, അതായത് കുട്ടി പരിഭ്രാന്തി കാണും, പേടി കാണും, കുഞ്ഞുങ്ങളിൽ നിന്ന് മാറി ഒരു തിയേറ്ററിനകത്തേക്ക് കൊണ്ടുപോകാനുള്ള പ്രയാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുട്ടിയെ മയക്കേണ്ടതായൊരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്, ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് മിനിയേച്ചർ അഡൽട്സ് അല്ല, ബോൺസായി പോലെ വലിയ മരം ചെറുതാക്കുന്നതല്ല. അവരുടെ പ്രത്യേക ശാരീരികമായ ഘടനയും അവസ്ഥകളുമൊക്കെ മുതിർന്നതിലും വ്യത്യസ്തമാണ്. അപ്പോൾ അതുപോലെ പീഡിയാട്രിക് അനസ്തേഷ്യ സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സാധാരണ വീണ് കഴിഞ്ഞാൽ നമുക്കൊരു അനസ്തേഷ്യയ്ക്ക് ഗ്യാപ്പ് കൊടുക്കാൻ സാധിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യം പ്രത്യേകിച്ചും അതിന് മുന്നേ, ഇപ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ പാലൂട്ടിയിട്ടുണ്ടോ, ബ്രസ്റ്റ് ഫീഡിങ് ഒരു 4 മണിക്കൂർ മുമ്പ് വരെയെങ്കിലും ആണ് നമ്മൾ പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ അല്പസ്ഥലം സാവകാശം കൊടുക്കാൻ വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അനസ്തേഷ്യയുടെ ഭാഗമായിട്ട് ഓക്കാനം, ഛർദിൽ ഇവയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഒരു ബോധം കെടുത്തുക അല്ലെങ്കിൽ ഒരു അർദ്ധബോധാവസ്ഥയിലാകുമ്പോൾ ഈ ഛർദിലുണ്ടായാൽ അത് ശ്വാസനാളത്തിലേക്കോ ശ്വാസകോശത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്വാസതടസ്സവും ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് എത്ര മണിക്കൂർ മുമ്പ് ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ അനസ്തേഷ്യ മുതിർന്നൊരു അനസ്തേഷ്യ സംബന്ധിച്ച് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡും കുറച്ചുകൂടെ സങ്കീർണവുമാണ്. അതിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ചും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ബോഡി ഷേപ്പ് സൈസ് വളരെ കുറവാണ്. നമ്മൾ ചെയ്യുന്ന ഏരിയ വളരെ കുറവാണ്. സർജറി ഏരിയയും അനസ്തേഷ്യ ഏരിയയും വളരെ അടുത്തടുത്ത് വരുന്ന ഒരു സന്ദർഭമാണുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അടക്കി കിടത്താനുള്ള പാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി, ശ്വാസകോശങ്ങളുടെ കപ്പാസിറ്റി മുതിർന്നേക്കാളും കുറവായിരിക്കും. അതുപോലെ ഈ ആസ്പിറേഷനുള്ള ചാൻസ്, അതുപോലെ തന്നെ ശ്വാസനാളത്തിൻ്റെ ഘടനയിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. കുഞ്ഞുങ്ങളുടെ അനസ്തേഷ്യ മുതിർന്നു വരുന്ന വളരെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ സങ്കീർണവുമാണ്. അപ്പം മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനെപ്പറ്റി എക്സാക്റ്റ് ഒരു ഹിസ്റ്ററി പറയുക എന്നുള്ളതാണ്, മറ്റെന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത്. കാരണം പലപ്പോഴും ആൾക്കാർ ഈ വീണ് എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആൾക്കാർ ചെറിയ കുഞ്ഞുങ്ങളാണ് പുറത്തോളം വന്നൊരു സാധാരണയുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ചില അവസരങ്ങളൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. അതായത് കശേരുക്കൾക്ക് തന്നെ, നട്ടിലെ കശേരുക്കൾക്ക് പരിക്ക് പറ്റി അതുപോലെ അറിയാതെ കൊണ്ടിരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള മാതാപിതാക്കളും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. പലപ്പോഴും ആദ്യമായിട്ട് വരുന്ന അവിടുത്തെ അവരെ ചെറിയ ആശുപത്രികൾ അതിനൊക്കെ സജ്ജമായിരിക്കുകയില്ല പലപ്പോഴും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അനസ്തേഷ്യ എന്നത് അല്പ സൗകര്യം കൂടിയ ആശുപത്രികളാണ് പലപ്പോഴും ഉചിതമായിട്ടുള്ളത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ അത് കുത്തിവയ്പ്പായിട്ടാണോ തുള്ളിമരുന്നായിട്ടാണോ? അതായത് ആ ചോദിച്ച പ്രസക്തമായ കാര്യം മനസ്സിലാക്കുന്നത്. അതായത് കുത്തിവയ്പ്പ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു IV എക്സസ്, അതായത് ഇൻട്രാവീനസ് ഞരമ്പുകളിലേക്ക് ഒരു സൂചി വെക്കേണ്ട കാര്യം ഉണ്ടാകുന്നുണ്ട്.
പലപ്പോഴും കുഞ്ഞുങ്ങളെ സമ്മതിക്കില്ല. അപ്പം അതിനു മുമ്പ് തന്നെ ചില മരുന്നുകൾ കൊടുത്തിട്ട്, തുള്ളിമരുന്ന് പോലെ കൊടുത്തിട്ട് അല്പസ്വല്പം മയക്ക അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളത് ഈ സൂചി വെക്കാനൊക്കെ സമ്മതിക്കുള്ളൂ. അല്പം കൂടി മുതിർന്ന കുഞ്ഞുങ്ങൾ സമ്മതിക്കും, ചെറിയ കുട്ടികൾ 2 വയസ്സും 5 വയസ്സിനിടയ്ക്കുള്ള കുട്ടികൾ ചിലപ്പോൾ അത് സമ്മതിച്ചെന്നിരിക്കില്ല. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ മയക്കുന്ന ഗ്യാസസ്, അനസ്തറ്റിക് ഗ്യാസസ്, അതായത് ഇൻഹലേഷൻ അനസ്തീഷ്യ എന്ന് പറയും, അതായത് വാതകങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ മയക്കുന്ന രീതിയിലേക്കും പോകേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് അനുവദിച്ച സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അപ്പം ഈ സമയത്തിനുള്ളിൽ സർജറിക്ക് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് സാമൂഹ്യ പാഠത്തിൻ്റെ പേരിലും ദൂരദർശൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ അധ്യായം ഇവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു വിഷയം മറ്റൊരു അതിഥിയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.